കോഴിക്കോട് നിന്നൊരു വാർത്ത. ജില്ലയിലെ കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് അഞ്ചാം പനി പടരുന്നതായി വിവരം. നാദാപുരം പഞ്ചായത്തിന് പുറമെ മരുതോങ്കര പഞ്ചായത്തിലും കാവിലുംപാറ പഞ്ചായത്തിലും ഓരോ കേസുകൾ വീതം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 20ആയി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, അഞ്ചാം പനി കൂടുതലായി വ്യാപിക്കുകയാണോ? ആരോഗ്യ വിഭാഗം എന്ത് നടപടികൾ എടുക്കുന്നു? തീർച്ചയായും ഫിജി, നേരത്തെ കോഴിക്കോട് നാദാപുരം പഞ്ചായത്തിൽ മാത്രമായിരുന്നു അഞ്ചാം പനി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് നാദാപുരം പഞ്ചായത്തിന് പുറമെ മരുതോങ്കര പഞ്ചായത്തിലും കാവിലുംപാറ പഞ്ചായത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഓരോ കേസുകൾ വീതമാണ് രണ്ട് പഞ്ചായത്തുകളുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം കോഴിക്കോട് ജില്ലയിൽ 20 ആവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അടിയന്തരമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാത്ത കുട്ടികളിലാണ് പ്രധാനമായും അഞ്ചാം പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ തന്നെ നേരത്തെ കുത്തിവയ്പ്പ് എടുക്കാത്തതോ ഭാഗികമായി മാത്രം കുത്തിവയ്പ്പ് എടുത്തതോ ആയ കുട്ടികളുടെ വാക്സിനേഷൻ നടപടികൾ ശക്തമാക്കാൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, രോഗവ്യാപന സാധ്യത തടയുന്നതിനായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനവും കോഴിക്കോട് ജില്ലയിൽ ശക്തമാക്കിയിട്ടുണ്ട്. അഞ്ചാം പനിയുടെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ആദ്യം പനി വരുന്നു, പിന്നീട് മൂക്കൊലിപ്പ്, ചുമ, കണ്ണുകൾ ചുവക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ്. പിന്നീട് 4 ദിവസം പിന്നിടുമ്പോൾ ശരീരമാസകലം തിണർത്ത പാടുകൾ കാണപ്പെടുന്നുണ്ട്. വയറിളക്കം, ഛർദി, ശക്തമായ വയറുവേദന, അപ്പൻഡൈറ്റിസ്, അതുപോലെ കാഴ്ചക്കുറവ്, ന്യൂമോണിയ, മസ്തിഷ്ക ജ്വരം എന്നിവയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇതിന്റെ ഭാഗമായുണ്ട്. മാത്രമല്ല, വയറിളക്കം കൂടുതലായാൽ നിർജ്ജലീകരണം സംഭവിച്ച് മരണം വരെ ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാധാരണയായി ഈ അഞ്ചാം പനി രോഗമുള്ള ഒരാളിൽ നിന്ന് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഉണ്ടാകുന്ന കണങ്ങളിലൂടെയോ കണ്ണിലെ സ്രവങ്ങളിലൂടെയാണ് മറ്റൊരാളുടെയൊക്കെ വൈറസ് പടരുന്നത്. അങ്ങനെയാണ് ഈ രോഗം പിടിപെടുന്നത്. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ വകുപ്പ് അധികൃതർ ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടി. എന്തായാലും ശക്തമായ നടപടികളും ജാഗ്രതാ പ്രവർത്തനങ്ങളും ആരോഗ്യ വിഭാഗം അധികൃതരുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ശരി റിയാസ്, കോഴിക്കോട് ജില്ലയിൽ കൂടുതലായി അഞ്ചാം പനി പടരുന്നു.